ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമൽ പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാട്ടോ ഇത്. അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1.5 കപ്പ് പാലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ ബൗളിൽ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ പഞ്ചസാരയൊന്ന് കാരമൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഉരുകി കളർ മാറി ബ്രൗൺ കളറായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കാരമൽ കരിഞ്ഞു പോയിട്ട് ഒരു കയ്പ്പ് രസമായി പോവും. ടേസ്റ്റിനും വ്യത്യാസം വരും. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം. ഷുഗർ കാരമലൈസ് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാത്രം ചുറ്റിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് നേരം തണുക്കാൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട, പാൽ, പഞ്ചസാര ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. ഇതൊരു 30 മിനിറ്റാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ സിമ്പിൾ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി തട്ടി കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.